ഒടുവിൽ ആ നരാധമന്റെ വേഷമണിഞ്ഞവനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഒടുവിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞവനെതിരെ ആഭ്യന്തര വകുപ്പ് കേസെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ ഒരു സ്വകാര്യ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട കയറ്റുമെന്ന് പറഞ്ഞവന്റെ പേരെന്താണെന്നല്ലേ? പ്രിന്റു മഹാദേവ്. ആരാണ് ഈ പ്രിന്റു മഹാദേവ്? BJPക്ക് വേണ്ടി വിടുവായിത്തരം വിളിച്ചു പറയാൻ രാജീവ് ചന്ദ്രശേഖരൻ ഇറക്കിയ ഒരു വിത്തുകാളയെ പോലെ ഒരുത്തൻ. അവരെ ചാനൽ ചർച്ചയിൽ കൊണ്ടിരുത്തുകയാണ്. ചാനൽ ചർച്ചയിൽ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ഏക്കും പൂക്കും തിരിയാത്ത കുറെ ആളുകളെ ചാനൽ ചർച്ചയിൽ കൊണ്ടിരുത്തുന്നുണ്ട്. കെ സുരേന്ദ്രൻ, തെറ്റ് പറയരുതല്ലോ, കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായ സമയത്ത് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ആളുകൾക്ക് ഇതിനേക്കാൾ മാന്യതയുണ്ടായിരുന്നു, ഇതിനേക്കാൾ മര്യാദയുണ്ടായിരുന്നു. ഈ പ്രിന്റു മഹാദേവ് ന്യൂസ് 8ന്റെ ചർച്ചയിൽ വന്നിരുന്ന് പറയുക രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിനകത്തേക്ക് വെടിയുണ്ട കയറ്റുമെന്ന്. എടോ പ്രിന്റു മഹാദേവേ, നീയല്ല, നിന്റെ അപ്പുറത്തെ ആളുകൾ ജനിച്ചു ജീവിച്ചാലും രാഹുൽ ഗാന്ധിയുടെ ഒരു രോമം തൊടാൻ കഴിയില്ല. എന്താണെന്നല്ലേ? ശ്രീപെരുമ്പത്തൂരിന്റെ ആകാശത്തിന് താഴെ 1000 അസ്ഥികഷ്ണങ്ങളും 10,000 മാംസത്തുണ്ടങ്ങളുമായി ചിതറിത്തെറിച്ച രാജീവിന്റെ ഒരു വെള്ളത്തുണിയിൽ കൂട്ടിപ്പൊതിഞ്ഞ ആ മാംസത്തുണ്ടങ്ങൾ പേറിയ പുത്രനാണോ രാഹുൽ ഗാന്ധി? നിന്റെ വീട്ടിലെ ഏതെങ്കിലും നിന്റെ നാട്ടിലെ അല്ലെങ്കിൽ നിന്റെ പാർട്ടിയിലെ ഏതെങ്കിലും ഒരുത്തന് ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ ഈ രാജ്യത്തിന്? ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിന് നേരെ വെടിയുതിർക്കുമെന്ന് പറഞ്ഞ പ്രിന്റു മഹാദേവ് എന്ന് പറയുന്ന 4-അംഗ രാഷ്ട്രീയക്കാരനെതിരെ BJPയിലെ RSSന്റെ ശാഖയിൽ നാരങ്ങ വെള്ളം വാങ്ങിക്കൊണ്ട് കൊടുത്ത് ഇന്ന് ചില നേതാക്കന്മാരുടെ കാല് തിരുമ്മി അവർ കാല് കഴുകിയ വെള്ളം കുടിച്ച പ്രിന്റു മഹാദേവ് എന്ന് പറയുന്നവനെ ചാനൽ ചർച്ചയ്ക്ക് വിട്ടതിന്റെ പരിണിതഫലം കേരളത്തിലെ BJP അനുഭവിക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധിയെ പറഞ്ഞാൽ പൊള്ളുന്നത് കേരളത്തിലെ കോൺഗ്രസുകാരന് മാത്രമല്ല. വിദ്വേഷത്തിന്റെ കടയിൽ, വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുടങ്ങിയ രാഹുൽ ഗാന്ധിയെ പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയം അറിയുന്ന, സ്നേഹത്തിന്റെ രാഷ്ട്രീയം പറയുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്വം പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പൊള്ളും. അത് BJPയുടെ ഈ തുക്കട നേതാവിന് തിരിച്ചറിയാൻ കഴിയില്ല. എന്തായാലും ഒടുവിൽ പിണറായി വിജയന് പ്രിന്റു മഹാദേവിനെതിരെ കേസെടുക്കേണ്ടി വന്നു. വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ അലയടിച്ചത്. സാധാരണക്കാരായ ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം തിരുവനന്തപുരത്ത് അരങ്ങേറി. ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അരങ്ങേറി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ 280 കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധം അലയടിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അലയടിച്ചു. ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അലയടിച്ചു. യൂത്ത് കോൺഗ്രസും KSUവും തെരുവിലിറങ്ങി. KSU പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും DGP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകി. എന്താണ് കാരണമെന്നല്ലേ? പ്രിന്റു മഹാദേവിനെ പോലെയുള്ള 4-അംഗ രാഷ്ട്രീയക്കാർ ഇന്ത്യയിലെ വോട്ടുകൊള്ളക്കെതിരെ, സംഘപരിവാറിന്റെ തീവ്രവാദ രാഷ്ട്രീയത്തിനെതിരെ, വർണ്ണവും വർഗവും നോക്കി ആളുകളെ വേർതിരിക്കുന്ന സംഘപരിവാറിന്റെ RSSന്റെ രാഷ്ട്രീയത്തിനെതിരെ നാഗപ്പൂരിലെ RSS ആസ്ഥാനത്ത് നാവ് പണയം വെക്കാത്ത, നട്ടല് പണയം വെക്കാത്ത രാഹുൽ ഗാന്ധി പ്രതിഷേധിക്കുമ്പോൾ പ്രിന്റു മഹാദേവിനെ പോലെയുള്ള 4-അംഗ നേതാക്കന്മാർക്ക് പൊള്ളുന്നുണ്ടായിരിക്കാം. പക്ഷെ നിന്റെ പൊള്ളൽ നിന്റെ വീട്ടിൽ ഭാര്യയോട് മതി. അത് പൊതുസ്ഥലത്തെത്തി ഇന്ത്യയുടെ നേതാക്കന്മാർക്കെതിരെ, കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ പുറത്തെടുത്താൽ ചിലപ്പോൾ പ്രതികരണം ഇങ്ങനെയായിരിക്കില്ലെന്ന് പ്രിന്റു മഹാദേവൻ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പ്രിന്റു മഹാദേവൻ എന്റെ വിവരവും അറിവും വിദ്യാഭ്യാസവും എത്രയുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. വിദ്യാഭ്യാസം വിവരത്തിന്റെ മാനദണ്ഡമല്ലെന്ന് പ്രിന്റു മഹാദേവൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. പ്രിന്റു മഹാദേവനെ പോലെയുള്ള 4-അംഗ നേതാക്കന്മാരെ ചെറുത്തു തോൽപ്പിക്കാൻ അല്ലെങ്കിൽ അവിടെ നിലക്ക് നിർത്താൻ കോൺഗ്രസിന് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നിയമം കയ്യിലെടുക്കുന്നത് കോൺഗ്രസിന്റെ രീതിയല്ല. അത് പ്രിന്റു മഹാദേവൻ എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ചെരുപ്പ് നക്കുന്നവൻ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചെറുപ്പക്കാരുടെ പ്രതികരണം ഏത് രൂപത്തിലായിരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കോൺഗ്രസിന്റെ പ്രവർത്തകർ ആത്മസംയമനം കൈവിട്ടിട്ടില്ല. ആത്മസംയമനം കൈവിടാൻ അവരെ നിർബന്ധിതരാക്കരുതെന്ന് മാത്രമേ ആഭ്യന്തര വകുപ്പിനോടും പ്രിന്റു മഹാദേവനോടും പറയാനുള്ളൂ.